കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ബുദ്ധികേന്ദ്രം, കേരളത്തിലടക്കം PCCകൾ പുനഃസംഘടിപ്പിക്കണമെന്ന റിപ്പോർട്ട് നൽകിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, 2026-ൽ UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാനുള്ള തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബുദ്ധികേന്ദ്രം. ആരാണി സുനിൽ കനഗോലു? കർണാടകയിലെ ബെല്ലാരി സ്വദേശികളാണ് സുനിൽ കനഗോലുവിൻ്റെ കുടുംബം. എന്നാൽ ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. പഠനത്തിൽ മിടുക്കൻ. US-ലായിരുന്നു ഉന്നത പഠനം. ബഹുരാഷ്ട്ര മാനേജ്മെൻറ്റ് കമ്പനിയായ മക്കിൻസിയിൽ 5 വർഷത്തെ പ്രവർത്തന പരിചയം. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാവുകയെന്നതായിരുന്നു സുനിൽ കനഗോലുവിൻ്റെ ലക്ഷ്യം. അതിനായി പ്രശാന്ത് കിഷോറിൻ്റെ സംഘത്തിൽ അംഗമായി. എന്നാൽ ദീർഘകാലം പ്രശാന്ത് കിഷോറിൻ്റെ സംഘത്തിൽ തുടരുന്നതിന് കനഗോലുവിന് താല്പര്യമില്ലായിരുന്നു. സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത അതേ വർഷമാണ് DMK നേതാവായ സ്റ്റാലിൻ്റെ വിളി വരുന്നത്. 2016 തമിഴ്നാട് തെരഞ്ഞെടുപ്പായിരുന്നു സുനിൽ കനഗോലുവിന് ലഭിച്ച ആദ്യത്തെ ദൗത്യം. തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയാണ് സുനിലിൻ്റെ വരവ്. നമുക്ക് നാമേ എന്നായിരുന്നു DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. തമിഴ്നാടിൻ്റെ ഹൃദയത്തിൽ സ്റ്റാലിൻ എന്ന ബ്രാൻഡ് പതിപ്പിച്ചാണ് പ്രചരണം അവസാനിച്ചത്. സ്റ്റാലിൻ്റെ പ്രതിച്ഛായ ഉയർത്തിയ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിരുന്നു അത്. അടുത്തതായി സുനിലിനെ തേടിയെത്തിയത് അമിത്ഷായുടെ ഫോൺ കോളായിരുന്നു. 2018-ൽ ഡൽഹിയിൽ വെച്ച് അമിത്ഷാ കനഗോലു കൂടിക്കാഴ്ച. ഉടൻ നടക്കാനിരിക്കുന്ന UP, കർണാടക, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ ക്യാമ്പയിനായിരുന്നു കനഗോലുവിന് ലഭിച്ച ദൗത്യം. 2019-ൽ DMK ക്യാമ്പിലേക്ക് കനഗോലു മടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ലക്ഷ്യം. 39 സീറ്റിൽ 38 എണ്ണത്തിലും വിജയിക്കാൻ കഴിഞ്ഞതോടെ UPA മുന്നണിക്ക് തന്നെ വലിയ മുതൽക്കൂട്ടായി. 2021-ൽ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ സുനിൽ മാറി പ്രശാന്ത് കിഷോർ വന്നു. ഇതേ വർഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സുനിൽ കനഗോലുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും കൂടിക്കാഴ്ചക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നത്. കർണാടകയിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ തന്ത്രങ്ങൾ മെനയാനുള്ള ദൗത്യം കനഗോലുവിനെ ഏൽപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വരികയായിരുന്നില്ല. വളരെ വ്യക്തവും കൃത്യതയുമുള്ള പ്രവർത്തന തന്ത്രമായിരുന്നു കനഗോലു അവിടെ ആസൂത്രണം ചെയ്തിരുന്നത്. കർണാടകയിൽ ഓപ്പറേഷൻ വിജയിച്ചതോടെ കനഗോലു കോൺഗ്രസിൻ്റെ VIP പട്ടികയിലേക്ക് മാറിയിരുന്നു. ഇതാണ് 2023-ൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഭാരത് ജോഡോ യാത്രയുടെ ആസൂത്രണത്തിന് പിന്നിൽ കനഗോലുവിൻ്റെ പങ്കാളിത്തം ഏറ്റവും സുപ്രധാനമായിരുന്നു. ഭാരത് ജോഡോ യാത്ര വൻ വിജയമായി. രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഇമേജിന് തന്നെ മാറ്റമുണ്ടായി. മിഷൻ 2024-ൽ അംഗമായതോടെ സുനിൽ കനഗോലുവിൻ്റെ സ്വീകാര്യതയും വർദ്ധിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായി കനഗോലു മാറി. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ നേരത്തെ നേതാക്കളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത്. ഈ പഠന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാതലായ മാറ്റങ്ങൾ വേണമെന്നും മധ്യ കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ജാഗ്രത വേണമെന്നും കനഗോലു റിപ്പോർട്ട് നൽകിയത്. കനഗോലുവിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പുതിയ നേതൃത്വത്തിന് ചുമതലകൾ കൈമാറിയതും. 10 DCCകളിൽ മാറ്റങ്ങൾ വേണമെന്നായിരുന്നു കനഗോലുവിൻ്റെ നിർദ്ദേശം. വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയമായ മാറ്റങ്ങൾ പഠിക്കുന്നതിനും റിപ്പോർട്ട് നൽകാനും കോൺഗ്രസ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് കനഗോലുവിനാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടപ്പാക്കേണ്ട സംഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി AICC നിയോഗിച്ചതും കനഗോലുവിനെയായിരുന്നു. കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള സംഘടനാപരമായ ദുർബലാവസ്ഥയും നേതാക്കൾ തമ്മിലുള്ള അനൈക്യവും നേരത്തെ തന്നെ കനഗോലു ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിക്കാനുള്ള ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കനഗോലു വയനാട്ടിലെ നേതൃയോഗത്തിൽ 90 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് കനഗോലു. വളരെ രഹസ്യമായി ഡാറ്റ വിശകലനങ്ങളിലൂടെയും സർവേകളിലൂടെയും മണ്ഡലങ്ങളിലെ സാഹചര്യം പഠിച്ചാണ് അദ്ദേഹം തന്ത്രങ്ങൾ ഒരുക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം, സോഷ്യൽ മീഡിയ പ്രചരണം, ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള വഴികൾ എന്നിവയിൽ അദ്ദേഹം വിദഗ്ധനാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണമോഷണ കേസ് പ്രചരണത്തിൻ്റെ പ്രധാന വിഷയമാക്കണമെന്നാണ് കനഗോലുവിൻ്റെ നിർദ്ദേശം.
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ തെക്കൻ ജില്ലകളിലെ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ഈ വിഷയം വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് പോയ നായർ വോട്ടുകളിൽ ഒരു ഭാഗം തിരികെ വന്നിട്ടുണ്ട്. ഈ വിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാൻ താഴെത്തട്ടിലുള്ള സമുദായ നേതാക്കളെ ഉപയോഗിച്ച് പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യണം. UDF വെറുമൊരു പ്രതിപക്ഷമല്ലെന്നും അടുത്ത 3 മാസത്തിനുള്ളിൽ അധികാരത്തിൽ വരുമെന്നുമുള്ള ശക്തമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കനകോലു നേതാക്കളോട് ആവശ്യപ്പെടുന്നു. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പിന്തുണക്കാത്ത വിഭാഗങ്ങളെപ്പോലും സ്വാധീനിക്കാൻ സഹായിക്കുമെന്നാണ് കനകോലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ നിർദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.